ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിയുമ്പോൾ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഈ സവാള നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ ഉള്ളിവടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുത്ത് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് തിരുമ്മിയെടുത്ത് വയ്ക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില കൈവച്ചിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കണം, അപ്പോഴാണ് ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ മൈദമാവും കൂടി ചേർത്ത് കൊടുക്കാം. മാവ് ചേർക്കുമ്പോൾ ഒന്ന് കുഴച്ച് നോക്കിയ ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ആദ്യം ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉള്ളിവടയിൽ ഉള്ളിയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. മാവ് കുറച്ചേ ആകാവൂ. അപ്പോൾ മാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി മാവിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ മൈദമാവും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുഴച്ച് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പാകത്തിന് ആകണം. അതുവരെ മാവിട്ട് കൊടുക്കണം. എന്നാലും മാവ് കൂടിപ്പോകാനും പാടില്ല. ഒരല്പം കൂടെ മാവ് വേണം. ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ മനസ്സിലാകും. 1 ടേബിൾ സ്പൂൺ മൈദമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. മാവിടുമ്പോൾ ഒട്ടും കൂടിപ്പോകരുത്. നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് ഉരുട്ടി നോക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഉരുട്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വട ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വട ഫ്രൈ ചെയ്തെടുക്കരുത്. എന്നാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഉൾഭാഗം വേകാതെ ഇരിക്കും. ഉള്ളി ആയതുകൊണ്ട് തന്നെ സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതും കരിഞ്ഞിട്ട് കയ്പ്പായി പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയ ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നാലേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.